ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നുമല്ല, ഗുഡ് ഈവനിങ് ആയി. വൈകുന്നേരം 6 മണി. കുറച്ച് കിളി പോയ അവസ്ഥയിലിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അരമണിക്കൂറില്ല, കഷ്ടി അരമണിക്കൂറിൽ നമ്മൾ ഇറങ്ങുകയാണ്. അമ്മയ്ക്കും അച്ഛനും രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 7 മണി ഒക്കെ ആകുമ്പോൾ എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്കറിയായിരുന്നു ഇന്ന് അവർ പോവുകയാണെന്ന്. ഇന്നലെയും മിനിയാന്നൊക്കെ ഇവരിന്ന് പോകുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് എനിക്കിങ്ങനെ നെഞ്ഞൊക്കെ വേദനിക്കുന്നു, തൊണ്ടയൊക്കെ ഇങ്ങനെ, തൊണ്ടയിലൊരു പെയിനൊക്കെ വരില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നു. കൂടുതൽ മിസ്സിങ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ അവർ കൊണ്ടാക്കുന്നതിനൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ അമ്മ താഴെ ഉണ്ടാവും, അച്ഛൻ ഗാർഡനിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആകെ തിരക്കായിരുന്നു ഓരോ വീട്ടിൽ. അപ്പൊ പെട്ടെന്ന് അമ്മയും അച്ഛനും ഒക്കെ പോവാന്ന് പറയുമ്പോൾ 3 ആഴ്ചയുള്ളൂ, ബട്ട് സ്റ്റിൽ ഭയങ്കര മിസ്സിങ്. എനിക്കൊന്ന് മനസ്സിലായൊരു കാര്യമുണ്ട് കേട്ടോ. ഒരിക്കലും ഒരു 3 മാസമൊന്നും നമ്മള് അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം നിൽക്കരുത്, അവരിവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും. കാരണം നമുക്ക് ആ ഒരു സ്നേഹത്തിനോടും കംഫർട്ടിനോടും നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയിട്ട് പിന്നെ പഴയ ഇതിലോട്ട് പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈ ലോകത്തിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയാണ് നമുക്ക് ഏറ്റവും വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാം, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആക്കൊക്കെ ചെയ്യാം. അപ്പൊ ഈ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ രാവിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരിക്കുകയാണല്ലോ. Yuvan here. Hello, Mama. കുളിച്ചോ? Yuvan is here. കുളിച്ചോ? Yuvan കുളിച്ചു, കൊട്ടിട്ടു ഒക്കെ. എന്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് മുഖത്ത്? നാളെ അണ്ടപ്പം നിൽക്കണ്ടേന്നാണ് ആലോചിച്ചിട്ടുണ്ട്. നാളെ പണ്ടപ്പൊട്ടച്ച് നിൽക്കണ്ടേ, കുളിച്ചലുണ്ടാവോ? 2 ദിവസം കൂടുമ്പോൾ കുളിച്ചോ? നമ്മളെല്ലാ ദിവസവും കുളിക്കൂട്ടാ. 2 ദിവസം കൂടുമ്പോൾ കുളിച്ചോ ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് എന്റെ മുകളിലുള്ള വിശ്വാസം നമുക്ക് ചെയ്യാനൊക്കെ ചെയ്യാൻ അറിയാതൊന്നുമില്ല, എല്ലാം ചെയ്യും. ഒന്നും അങ്ങനെ ചെയ്യല് കുറവ് വരുമൊന്നുമില്ല നമ്മള്. പക്ഷെ അമ്മ ചെയ്യണ പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, അമ്മയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ അറിയോ, അങ്ങനത്തെ ഒരു ഫേസ് ലൈഫിൽ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതൊക്കെയറിയാം. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ ഇങ്ങനെ ഇവിടെ ചെയ്യും, അപ്പൊക്കെ അവിടെ ചെയ്യും, മറ്റോടത്ത് അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ചെയ്യും, ഇരിക്കുന്നതിനും സമയമില്ല അല്ലേ. അങ്ങനെയൊക്കെയാണ് ഉണ്ടാകും. അമ്മ അടയോ എനിക്കൊക്കെ നോക്കണത്. ഇപ്പൊ കരയുമ്പോ കണ്ണ് വെള്ളം വരാൻ തുടങ്ങിക്കണം, കണ്ണ് തുറപ്പിച്ചിരിക്കണൊക്കെ. എന്താണ് യുവി ഇങ്ങനെ ആദ്യമായിട്ട് കാണാൻ തന്നെ? കടച്ചില് വരുന്നുണ്ടോ യുവിക്ക്? കടച്ചില് വരുന്നുണ്ട് കണ്ണില്. എന്നിങ്ങനെ കെക്കല ഇന്നിപ്പോ നക്കളെ എന്നിങ്ങനെ നക്കണ എല്ലാവരും ഉള്ള നക്കള നക്കുമ്പോ ഗൗരവമാണ്. കിച്ചണിൽ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ ഞാൻ പോലും അറിയാതെ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ഞാൻ കുടിക്കുന്ന ജീരകവും അയമോദകവും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളമല്ലേ അത്, പിന്നെ യുവിയുടെ വെള്ളം തിളപ്പിച്ച് ആറാൻ വേണ്ടി വെച്ചേക്കുക, പിന്നെ അവൻ്റെ ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ അമ്മ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയ ഒരു നിർവൃതി അടങ്ങ് നിൽക്കുകയാണ് കേട്ടോ അമ്മ. ഇത് സംഭവമാണ് ശരിക്ക്. ഇന്നലെ വിഷ്ണു എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യില്ല, സോ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ എന്ന്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയോ? ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ സാമ്പാർ, കോവയ്ക്ക ഫ്രൈ, കയ്പ്പയ്ക്ക ഉപ്പേരി, കായ ഉപ്പേരി, പൊട്ടറ്റോ ഫ്രൈ, വെണ്ടയ്ക്ക പച്ചടി, പയറുപ്പേരി, ബീൻസ് ക്യാരറ്റ് ഉപ്പേരി. ഇത് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. പിന്നെ ഈവനിങ് ഡിന്നറിന് വേണ്ടിയിട്ട് മീൻകറി, കടലക്കറി, ചെമ്മീൻ വരട്ടിയത്, വെജിറ്റബിൾ കറി, മഷ്റൂം മസാല, ദോശ ബാറ്റർ. അത്രയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കൂടെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ കഴിവ് പുറത്തെടുത്ത് ഞാൻ ഇവിടെ മീൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം വേസ്റ്റ് ചെയ്യാതെ നമുക്കിങ്ങനെ കഴിക്കാന്നുള്ളത്. ഇത് ഒരു 7 ദിവസം ഓടുന്നുണ്ടായിരിക്കും. 7 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിനോട് പൊരുത്തപ്പെടും. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ ചെയ്തു തുടങ്ങും. അത്രയേ ഉള്ളൂ ജീവിതം. ഒന്ന് തുറക്കൂ ഫ്രിഡ്ജ്, ഞാൻ ആ സംഗതി ഒന്ന് കാണിക്കട്ടെ. കണ്ടോ, എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ലഞ്ചിന് വേണ്ട കാര്യങ്ങളാണ് താഴെ വെച്ചിട്ടുള്ളത് മുഴുവൻ. പിന്നെ തൊട്ട് മുകളിൽ നമ്മുടെ ബാക്കി കറികളെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ഫുൾ. റൊട്ടി മാറ്റിക് ഉള്ളതുകൊണ്ട് റൊട്ടി റെഡിയാണ്. ബാക്കി പുട്ട്, എനിക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് പുട്ട്. അതോടുകൂടെ 7 ദിവസത്തെ കാര്യം റെഡിയാണ്. അത് കഴിഞ്ഞ് 8ാമത്തെ ദിവസം തൊട്ട് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു 2 ആഴ്ച ഞാൻ കുക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ തിരിച്ച് നാട്ടിലെത്താനായിരിക്കും. ഇല്ല, പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ശരീരം എനിക്ക് കുറച്ച്
മീലൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങോട്ട് കൂടി അങ്ങോട്ട് പോവുകയാണ് അല്ലേ. അമ്മയ്ക്ക് പോകാനായി തുടങ്ങി. ഇനി ലാസ്റ്റ് റൗണ്ട് പാക്കിങ് കൂടെ കഴിഞ്ഞ് നമ്മളൊരു 3-4 മണിക്കൂറിൽ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലേ. നേരത്തെ പാൽ കുടിച്ച് കുറച്ച് നേരമായില്ല. ഇപ്പം ഹംഗ്രിയാണ് യുവഷ്. അത് ഹംഗ്രി അല്ല, ചാച്ച പറഞ്ഞു മറ്റേ കരച്ചിലേക്ക് പോകുന്നത്. അച്ഛാ യുവഷി ഹംഗ്രി എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഓർഗനൈസിങ്ങിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടല്ലേ. അതുകൊണ്ട് എൻ്റെ ഓർഗനൈസേഴ്സ് അതുകൊണ്ട് എൻ്റെ ഓർഗനൈസേഴ്സ് കുറച്ചെടുത്തോണ്ട് ഇന്ന് നമ്മുടെ പ്ലാനിങ് പ്രകാരം ഇവിടെ കുക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ കുക്കിങ്ങും അമ്മയും അച്ഛനും കൂടെ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം കുറച്ചെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. എനിക്കിങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു നാളെ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവരോട് ഉണ്ടാവില്ലല്ലോ എന്ന്. സാധാരണ ഞാൻ ഇത്ര ഇമോഷണൽ ആവാറില്ല, പക്ഷെ ഇത്തവണ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ദിവസം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോക്ക് നമുക്ക് പാക്ക് ചെയ്ത് ഇറങ്ങാനായി കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പോയി ആ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മ പോകുന്നതിന്റെ മുന്നേ ഇനി നാട്ടിലെത്തിയിട്ടാണ് നിങ്ങൾ അമ്മേനെ കാണുള്ളൂ. അതിന് മുന്നേ 2 വാക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി. അമ്മയുടെ അത്രയും വീഡിയോ കണ്ട് അമ്മേനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് 3 മാസം ഇവിടെ? 3 മാസം ഇവിടെ നല്ലതായിരുന്നു. നമ്മൾ വന്ന് കുഞ്ഞുവാവിനെയൊക്കെ നോക്കാനും നിങ്ങളടുത്ത് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം കിട്ടി. അത് നാട്ടിലാകുമ്പോൾ ജോലിക്ക് പോയിട്ട് നമ്മളതിൻ്റെ ഇടയിലൊക്കെ അല്ലേ, ഇവിടെ ആകുമ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സമയം കിട്ടി. കുട്ടിയിലൊക്കെ നന്നായിട്ട് കൊഞ്ചിക്കാനും നോക്കാനൊക്കെ കുട്ടിയിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരെ വിട്ടു പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഇങ്ങനെ തൻ്റെ കൈക്ക് തരുമ്പോൾ ഒരു വിഷമം. പിന്നെ കഴിഞ്ഞ 5 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് 3 മാസം നമ്മൾ ഒരുമിച്ചിരിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണത്തിന് മുന്നേ കുറച്ചു കാലം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ നാട്ടിൽ 1 മാസം ലീവിന് വന്നാൽ ഒരു 2 ആഴ്ചക്കല്ലേ ഉണ്ടാവാറുള്ളൂ. അത് ഇടവിട്ടിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം ഒരുമിച്ച് 3 മാസം നിൽക്കാൻ പറ്റി. ആ സന്തോഷമുണ്ട്. വന്നിട്ട് എന്താ, നമ്മള് കുറെ നാല് പുറത്തുള്ള കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി, കുറെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സിലും ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോയി. പിന്നെ കുറെ സാധനങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഡ്രസ്സുകളായിട്ടും അങ്ങനെ കുറെ ഫാൻസി ഓർണമെന്റ്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അല്ല, അതൊക്കെ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ അത് കുറെ എണ്ണം കാണാനും അത് വാങ്ങാനും അങ്ങനത്തെയൊക്കെ ചെയ്തു. ഡ്രസ്സ് ഇവിടുത്തെ തരം ഡ്രസ്സുകൾ ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പറ്റുന്ന ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ചുരിദാറും അങ്ങനത്തെ അല്ലല്ലോ അവിടെ. പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഇടാതെ ജീൻസും ടോപ്പൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിരുന്നു 3 ദിവസം. നീ പോവാ, നീ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വരും. ഓക്കെ. അപ്പോൾ ഞാനും പോയിട്ട് യുവിയുടെ ഡൈപ്പർ ബാഗ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, പ്രതുവിന്റെ വീട്ടിൽ പോകാൻ വിചാരിക്കണം. കാരണം ഡയറക്റ്റ്ലി ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഇവിടെ ഇത്രയും ദിവസം അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ വിഷമം ഇരട്ടിക്കും നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതുവിന്റെയും ഇതുവിന്റെയും വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കണം. അവിടെ പോയി രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇനി ഞാൻ അധികം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. എനിക്ക് റിയാലിറ്റി കൂടുതൽ ഹിറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. കുറച്ച് മിസ്സിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് പാക്കിംഗ് പരിപാടിയൊക്കെ നോക്കാം. യുബിയുടെ ഡൈപ്പർ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവന് ഡ്രസ്സൊക്കെ ചെയ്ത് താഴെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ അങ്ങോട്ട് ഇറങ്ങാല്ലേ. ഇറങ്ങാം. അച്ഛൻ്റെ പാക്കിംഗ് കഴിഞ്ഞ അച്ഛാ? 2 ഷർട്ടൊക്കെ ഇട്ടുണ്ട് അച്ഛൻ. നമുക്ക് 2 ചെക്കിനും 2 ഹാൻഡ് ബാഗേജും ആണല്ലേ ഉള്ളത്. നമുക്ക് ഇറങ്ങണം. സമയം നോക്കി നോക്കൂ, 5:45 ഇറങ്ങണ്ട. 1/2 മണിക്കൂറിൽ. അമ്മ കരയണോ? ആ, അമ്മ കരയാണ്. അമ്മേനെ പിടിച്ചു. നമ്മൾ എപ്പോഴും പാക്ക് ചെയ്യുമ്പോ പറയും ലഗേജ് ഉണ്ടാവില്ല എന്ന്. ഇപ്പോഴും നിങ്ങക്ക് ലഗേജ് കൂടുതലല്ലേ? ആ, അങ്ങനെ ഞാനും വിചാരിച്ചിരുന്നു അത്രയും കുറവായിരിക്കുന്ന. പക്ഷെ കുറവല്ല. യുവിക്ക് അതിന്റെ ഇടയിൽ ഒരു എമർജൻസി ഡയപ്പർ ചേഞ്ചിങ് ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും ഫ്രഷ് ആക്കിയിട്ടുണ്ട്. പ്രതു, അച്ഛനൊരു സംശയം. പ്രതു കൃത്യം 6-ന് എത്തുമെന്ന്. ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് ഡിലേ ആയാലും പ്രതു 6-ന് എത്തും. ആ, കൃത്യം 6. എങ്ങനെയുണ്ട്? വിഷമത്തിലാണോ?
നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഈ 2 വലിയ പെട്ടിയും 2 ചെറിയ പെട്ടിയും കഷ്ടിയായിരിക്കും കേട്ടോ. അമ്മയും അച്ഛനും വന്നപ്പോൾ തന്നെ എങ്ങനെയോ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ വെച്ച്. അതുകൊണ്ട് പ്രതുവും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 വണ്ടിയിലാണ് എയർപോർട്ടിലോട്ട് പോണത്. നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? അങ്ങനെയായിരുന്നു കേട്ടോ അച്ഛന്. ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു വെപ്രാളത്തിൽ കാണുന്നത്. അച്ഛൻ ഇവൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ. പിന്നെ വീടിൻ്റെ കീ എവിടെയാണെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു തോന്നൽ. അതായത് ഞാൻ വിചാരിച്ച എല്ലാ കാര്യം അമ്മയ്ക്കും അച്ഛനും വേണ്ടി ചെയ്യാൻ പറ്റിയില്ലേ, എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലേ, ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. നന്നായി പരിചയപ്പെട്ടു. ഇതുവരെ കുറച്ചു കാലം കാണുന്ന ഒരു 4-5 ദിവസം കാണുന്ന മുഖങ്ങളായിരുന്നു, ഇനി ഡെയിലി കാണുന്ന മുഖങ്ങളാണ്. സത്യമായിട്ടും പുറത്തു പോയിട്ട് സ്റ്റാച്ചു ആയി തോന്നുന്നു. അങ്ങനെ കൃത്യം 6 മണിക്കാണ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി ലേറ്റായി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഇരിക്കുന്ന കുഷ്യനാണ് കേട്ടോ. അമ്മയ്ക്ക് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു പെയിൻ ഉണ്ട്, അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അച്ഛൻ തന്നെ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. ഞാനും അമ്മയും വിഷ്ണുവും യുവിയും കൂടെയാണ് ഈ കാറ് പോണേ. അച്ഛനും പ്രതുവും ഗീതുവാണ് കേട്ടോ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് കാണാം അല്ലേ? പിന്നെ ഇഷ്ടം അമ്മേനോട് ഏപ്രിൽ വരാൻ പറയാം. സാഹചര്യങ്ങളെല്ലാം നോക്കി നമുക്ക് ചെയ്യാം. പക്ഷെ ഇന്ന് അമ്മേനൊക്കെ വിഷമം അച്ഛനാ. അച്ഛൻ ഭയങ്കര നല്ല ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ ഇന്നലെ തൊട്ടേ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവിടെ പോയാൽ ഇനി കുറെ ദിവസം ആകെ ബുദ്ധിമുട്ടായിരിക്കും. അച്ഛന്റെ ആക്ഷൻസ് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ലാസ്റ്റ് മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്യുക, എന്തൊക്കെ അച്ഛൻ ചെയ്യേണ്ടത് മനസ്സിലാവുന്നുള്ളത്. അത് കഴിഞ്ഞ 1 മാസമായിട്ട് അച്ഛൻ ഇവന്റെ കൂടെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അമ്മ എത്ര മിസ് ചെയ്യാൻ മാത്രം സമയമില്ല. 3 ആഴ്ചയിൽ നമ്മളെത്തും. പിന്നെ ഏപ്രിൽ അമ്മ വരുന്നാണ് അമ്മ പറയുന്നത് അല്ലേ? അമ്മ വീട്ടിൽ പോയി ആദ്യം എന്താ ചെയ്യാം? ബേലിനെ കൂട്ടിക്കൊണ്ടിരും. രാത്രി നാളെ പോയിട്ട് ബേലിയെ കൂട്ടി ഒരു ദിവസം ബേലിനെ കൂട്ടി. ബേലി കണ്ടാവാന്നടിക്കില്ല. ബേലിക്ക് നീ വാങ്ങി തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ബേലിട്ട് വരും. അതെനിക്ക് ഇഷ്ടമാണ്. നമുക്ക് പുതിയതായിട്ടെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബെയിലി എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലെ വീട്ടിലൊരു ചെറിയ പട്ടിക്കുട്ടി ഉണ്ട്, ഡാഷാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരുന്ന ഗ്യാപ്പിൽ നമ്മുടെ അച്ഛൻ്റെ ഒപ്പം പഠിച്ച ഒരു ആളുടെ വീട്ടിൽ അവരിങ്ങനെ കുറച്ച് പെറ്റ്സിനെ നോക്കുന്ന വീടാണ്. അവിടെ ബെയിലീനെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് വരണം അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 15-20 മിനിറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്തോ ഭാഗത്തിന് വലിയ ബ്ലോക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ തവണ അമ്മയും അച്ഛനും വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ എയർപോർട്ടിൽ അണ്ടർ സ്റ്റാഫ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂവും ഭയങ്കര ഡിലേ ഒക്കെ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ എന്തായാലും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ സമയത്ത് തന്നെ എയർപോർട്ടിൽ ഇവിടെ എയർപോർട്ടിലെത്തി. മുകളിലോട്ട് പോകണം ഇനി. ഞാൻ യുവീനെ എൻ്റെ മേല് മറ്റേ കാരിയർ വെച്ചിട്ട് എന്താ പറയുക എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്ട്രോളർ എടുത്തിട്ടില്ല നമ്മൾ, കാരണം 2 വണ്ടിയിലും ബാക്കിൽ സ്ഥലമില്ല. എൻ്റെ തോഴിമാരാണ്. പിന്നെ ഈ ബേബി കാരിയർ കെട്ടാൻ വേണ്ടി 2-3 ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കത് ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണമാണ് ഇവർ 2 സൈഡിൽ നിന്നും എന്നെ മാറി മാറി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബേബി കാരിയർ നമുക്ക് ന്യൂ ബോൺ ഫേസ് തൊട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. 1-2 കമൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ ബേബി കാരിയേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ന്യൂ ബോൺ തൊട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. കൂടുന്നുണ്ടോ അമ്മയ്ക്ക്? എനിക്ക് കൂടുന്നുണ്ട്. അമ്മയും അച്ഛനും നെടുമ്പാശ്ശേരിക്ക് കേട്ടോ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ നെടുമ്പാശ്ശേരിക്ക് എടുത്തതായിരുന്നു. അന്ന് ഇത്ര വലിയ ബ്ലോക്കിൻ്റെ ഇഷ്യൂസ് ഒന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. പക്ഷെ ഇപ്പോൾ റോഡ് പണി കാരണം നല്ല സമയം എടുക്കുന്നുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വളാഞ്ചേരിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഗീതു വിഷ്ണുവിന് ഈ ബാഗ് തൂക്കിയിട്ട് ഒരു മേക്കപ്പ് ആനെ പോലല്ലേ, ഒരു കൊടയും കൂടെ കൊടുത്തിട്ട് ഞാൻ ഒപ്പം കൊണ്ടിറക്കാം. നമ്മൾ ചെക്കിന് വേണ്ടി പോവാട്ടോ. 20 ആണ് നമുക്ക് കൗണ്ടർ. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. 10 മണിക്കല്ലേ ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മണിയായിട്ടുണ്ട്. ഇവിടെ ചുരുക്കാണല്ലോ എന്ന്. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി അവർ ചെക്കിൻ കഴിയുന്നവരെ നമുക്ക് പുറത്ത് വെക്കാം. ചെക്കിൻ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ലഗേജ് എല്ലാം നമ്മൾ കറക്റ്റ് പാക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ 30 ആണ് ഇവർക്ക് ചെക്കിൻ വരുന്നത്. അപ്പോൾ 30.2, 30.9 അങ്ങനെയൊക്കെ വരുന്നത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ലഗേജിന്റെ പ്രശ്നമില്ല. ചെക്കിൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ചോദിക്കണം അവരെടുത്ത്. അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ ഇവിടുന്ന് പാസഞ്ചേഴ്സിന് കയറി പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെക്കിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. വരൂ.
അച്ഛനെയും അമ്മേനെയും ചെക്ക് ഇൻ ചെയ്യാൻ വിട്ട് ഇവിടെ നിരന്ന് നിന്ന് കമന്റ് അടിച്ചോണ്ടിരിക്കുക. അച്ഛന്റെ അമ്മടി ഓരോന്ന് ശരിയല്ല, അതെടുത്ത് വെച്ച് ശരിയല്ല, അച്ഛൻ ചിരിക്കുന്നുണ്ടല്ലോ. നിരന്ന് നിന്ന് കമന്റ് അടിക്കുക. മൊത്തമായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് അവർ ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കട്ടോ. അവിടെ അവരെ ചെക്ക് ഇൻ കഴിഞ്ഞു കേട്ടോ. ഇനിയൊരു ബായും കൂടെ പറഞ്ഞ് അവർ പോവുമായിരിക്കും. ഇത്രയും നേരം നമ്മൾ പിടിച്ചു വെച്ചതെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന സമയമാണ് ഈ ഒരു യാത്ര പറയുന്ന സമയം. ഈ 1-2 തവണ ബായ് പറയുമ്പോഴേക്ക് നമുക്ക് എന്തെന്നില്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരും. നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അതാണ് കേട്ടോ. കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് കുറേ സമയത്ത് യാത്ര പറയാതെ ഒരു തവണ യാത്ര പറഞ്ഞ് പെട്ടെന്ന് കാറിൽ വന്ന് കയറുക എന്നുള്ളത് ഇതൊരു ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് എല്ലാവർക്കും. വിഷ്ണുവും ഗീതും ഒക്കെ കുറേ തമാശ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല വിഷമം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കും ഈ വിഷമം വന്നിങ്ങനെ തൊണ്ടയൊക്കെ വേനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അവള് കൂടെ പോയി നിങ്ങൾ വിളിക്കൂട്ടോ. ഇത് കണ്ടു വിളിക്കാം. ഇമിഗ്രേഷൻ അച്ഛനത് സീരിയസ് ആയി പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഇനി അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഒന്നും ഇടരുതേ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആകുമ്പോൾ എനിക്കും വിഷ്ണുവിനും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു എക്സ്പീരിയൻസ് കാരണം നമുക്ക് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറവുള്ളത് കാരണം അവർ ചെയ്തിരുന്ന പോലെ എല്ലാം നമുക്ക് യുവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ചെറിയ ആശങ്ക അവരുടെ മൈൻഡിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ അധ്യായം തീർന്നു. അമ്മയും അച്ഛനും തിരിച്ച് നാട്ടിലോട്ട് പോയി. എത്ര പെട്ടെന്നല്ലേ 3 മാസം പോയേ. എനിക്ക് അവരിവിടെ വന്ന് ഞാൻ അവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്ന ഓർമ്മ എനിക്ക്. അത് കഴിഞ്ഞൊരു 3 മാസം നമ്മുടെ ഒപ്പം നിന്ന് അവരിതേ തിരിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് പ്രദൂൻ്റെ ഗീതുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. എനിക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷൻ എന്താണെങ്കിലും കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാം. അവർക്ക് വരാൻ പറ്റി, നിൽക്കാൻ പറ്റി, ഇവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റി, എനിക്ക് അമ്മടിയൊപ്പം ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നടന്ന നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് ഇപ്പോൾ അവർ പോയി. ഒരു 20 ദിവസത്തിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. ഇത് നമ്മൾ ചൂസ് ചെയ്ത ലൈഫാണ്, അതിൻ്റെ പാർട്ടാണ് ഇതൊക്കെ. ഹൗ യു ഫീലിംഗ്? മേളിലേക്കാ? അമ്മേനെയും അച്ഛനെയും പോലെ തന്നെ ഞാൻ എൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുന്ന 2 ആൾക്കാരാണ് കേട്ടോ പ്രദുവും ഗീതും. അമ്മേനെയും അച്ഛനായിട്ട് കമ്പാരിസൺ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും എനിക്കും വിഷ്ണുവിനും ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഇവർ. എന്ത് വിഷമമുണ്ടെങ്കിൽ ഗീത് എന്ന് പറയുന്നതിന് മുന്നേ ഇവർ വീട്ടിലെത്തി അത്രയും സമയം എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ആൾക്കാരാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഇവരെ ഞാൻ മീറ്റ് ചെയ്തതിൽ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് റോസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുക്കി ഷോപ്പുണ്ട് സ്കിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ. എന്നാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ക്യൂവിൽ നിന്ന് 1-2 കുക്കീസൊക്കെ വാങ്ങി. ഇനി മെല്ലെ വീട്ടിൽ പോവാം. നമ്മളിനി വീട്ടിൽ പോവാണ്. ഗീതുവിൻ്റെ വീട്ടിലോട്ടാണ് പോണേ. ഇന്നലെ ഗീതുവിന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡിന്നറിന് വേണ്ട സംഗതികൾ ബാക്കി ഇരിക്കുന്നുണ്ട്. ബാക്കി കഴിക്കാൻ വേണ്ടി നമ്മൾ പോകും. അങ്ങനെയല്ല കേട്ടോ, കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിന്ന് കഴിക്കും അവിടെ പോയിട്ട്. എവിടെ പ്രദു? നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഇടിച്ചു വന്ന് കയറുന്നു പറയില്ലേ, അങ്ങനെയാണ് പ്രദുവും ഗീതുവും നമ്മുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് പ്രദുവിനെ മീറ്റ് ചെയ്ത് തുടങ്ങി എനിക്ക് തീരെ രണ്ടാമത് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിങ്ങേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ വീണ്ടും ഒരുപാട് തവണ കണ്ടു. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് പ്രദുവും ഗീതുവും. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ പ്രദുവിൻ്റെ അങ്ങോട്ട് പോണത്. എനിക്ക് അവർ പോയതിനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താ അറിയോ, ഇനി വീട്ടിൽ ചെന്ന് കയറുമ്പോ ആരും ഉണ്ടാവില്ലല്ലോ ആ സെയിം സ്പേസില്. അല്ല എനിക്ക് ഇപ്പോഴും രാത്രി ആണെങ്കിലും പോകുമ്പോ അവിടെ പിന്നെ ആരും ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോഴും അവരില്ലല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് ഒന്നാമത് നമ്മള് 3 ആഴ്ചത്തെ കാര്യമുള്ളൂ, മനസ്സിലായോ?
വെരി ബിഗ് ഡീൽ ആക്ച്വലി. പിന്നെ നാട്ടിലെത്തിയ അമ്മയും അച്ഛനും ആദ്യമായിട്ടുള്ള അവനെ എനിക്ക് അതിൽ കാണാൻ കുറച്ച് എക്സൈറ്റഡ്. ഇന്നലെയൊക്കെ അവരെ എക്സ്പെക്ട് കുറച്ച് നല്ല വിളിച്ചപ്പോൾ അച്ഛനൊക്കെ എന്റെ അടുത്ത്, ഇപ്പൊ ഞാൻ അച്ഛനെ എനിക്ക് എക്സൈറ്റ്മെന്റ് കണ്ടിട്ടില്ലല്ലോ, അച്ഛനെ വിളിച്ചോടാ അവരൊന്ന് കാണിച്ചു കാടാന്നൊക്കെ പറയുന്നത്. ഞാനും അതിൽ കുറച്ച് എക്സൈറ്റഡ് ആണ്. അച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര കുറച്ചൊരു ഇതായി തോന്നി എനിക്കത്. പിന്നെ ഞാൻ അമ്മമ്മയും വെല്ലച്ചനും കാണാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. അമ്മമ്മക്ക് ഇപ്പൊ നല്ലോണം അമ്മമ്മക്ക് ഇപ്പൊ നല്ലോണം അവനെ കാണാൻ ഡെയിലി വിളിക്കാം അമ്മ. നല്ലതൊക്കെ അടിപൊളി. ഇവിടെ പേരൻസിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 3 മാസമാണ് അടുപ്പിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അവരൊന്ന് പോയി കുറച്ച് കാലം കഴിഞ്ഞേ അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞ് പിന്നെ വരാൻ പറ്റുള്ളൂ എന്ന്. ഇത്തവണ അമ്മയ്ക്കും അച്ഛനും 1 വർഷത്തെ വിസയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇനി വേണമെങ്കിലും വരാം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു 6 മാസം 7 മാസമൊക്കെ അവർക്ക് ഒറ്റയടിക്ക് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഇത്ര കാലം തന്നെ ഇവിടെ നിൽക്കാൻ പറ്റി, അവർ വരാൻ വില്ലിങ്ങായി, അവർക്ക് എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്കും ചെയ്യാൻ പറ്റി. അതിലൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആവല്ലേ കൂടുതൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കംപ്ലയിൻറ്റ്സ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബ്ലെസ്സിങ്സും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണമല്ലോ. ഇതേ ഇരുന്ന് കൊച്ചിനെ കളിപ്പിക്കുന്നു എൻ്റെ വേറൊരു ബ്ലെസ്സിങ്. എങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? ഒച്ച ഉണ്ടാക്കിയേ ഇവിടെ ആനിച്ചുണ്ടാക്കിയേ ആനിച്ചുണ്ടാക്കിയേ എന്റെ ഒച്ച. ഞാൻ പ്രദുവിനെ മീറ്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റോറി ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വ്ളോഗിൻ്റെ ഇടയിൽ ഞാൻ പറയാം കേട്ടോ. കുറച്ച് രസമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ച് ഇവിടെ വന്ന് ഇവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു, കുറേ നേരം യുവിനെ കളിപ്പിച്ചു, പിന്നെ കുറച്ച് എന്തൊക്കെയോ ടി വിയിൽ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു, ഫുഡ് കഴിച്ചു. അങ്ങനെ നമുക്കിനി വീട്ടിൽ പോവാം. ശരി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, സ്നേഹം കുറച്ച് കൂടിപ്പോയത്. യുവി വിഷ്ണു ആണോ നോക്കട്ടെ. ഗീതുവിൻ്റെ മൂക്കിന് ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്കില്ല. വിഷ്ണുവും പ്രദു യുവി ഇവിടെ കാറിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇവിടെ ഒരു കനം പിന്നീട് തോന്നും. ബൈ. എന്തൊരു പി. പ്രദുവിൻ്റെയും ഗീതുവിൻ്റെയും വീടും നമ്മുടെ വീടൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ വരുള്ളൂ, ഒരു 10 മിനിറ്റ്. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കയറി. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. റീസെൻ്റായിട്ട് ഉണ്ടായാൽ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഭയങ്കര ഹെവി ഹാർട്ട്, ഭയങ്കര ഇങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നു. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു നമുക്ക് ഇത്രയും കാലം ഇവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി, ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അമ്മയും അച്ഛനും ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്. പോയപ്പോൾ അമ്മ കരഞ്ഞു, അച്ഛൻ കരഞ്ഞു, എനിക്ക് കരച്ചിൽ വന്നു, വിഷ്ണുവിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിഷമാണ് തോന്നിയത്. കുറച്ച് കാലം ഇനി കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ഇമോഷനിൽ സ്റ്റക്കാവരുത്. ഇന്നും നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോലി നമുക്കിത് പുറത്ത് വന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഒരു 3 ആഴ്ചയിൽ അവരെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ ചൂസ് ചെയ്ത ലൈഫാണ്. ആൻഡ് ഇങ്ങനെയാണ് എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ഇത്രയും ദിവസം അവരുണ്ടായിട്ടേ വന്ന് കയറി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസൻസ് അവിടെയും ഇവിടെ ഒന്നും ഇല്ലാതെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്നൊക്കെ പുറത്ത് വരും. ഇത് നോർമലാണ്. ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പറയല്ല കേട്ടോ, ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ. പ്രദുവിൻ്റെയും ഗീതുവിൻ്റെ അവിടെ എടുത്തിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നുണ്ടായില്ല. തിരിച്ചിവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ യുവിനെയും കൊണ്ട് വിഷ്ണു മോളിൽ പോയിട്ടുണ്ട്, അവൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങി നാളെ രാവിലെ എണീക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് NL ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ബേബി സിറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ നാളെ വരും. നമുക്കൊരു ന്യൂ ഡേ ആണല്ലോ. അപ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആവാൻ ഇടയ്ക്ക് നമ്മൾ അവരുടെ ഹെൽപ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ എവിടെയെങ്കിലും ഒന്ന് വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പോകണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലാതെ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോകണം, എന്തെങ്കിലും ഒരു ആവശ്യം വരെയാണ്, ഫ്രണ്ട്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ അതായിട്ട് നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് അവർ അറിയുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അവർ കുട്ടികളായിട്ട് ഭയങ്കര ഗുഡാണേനും. അങ്ങനെ അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നാളെ രാവിലെ എണീക്കട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.